വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ സാമൂഹിക മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടോ ഏത് സർവേയും നടക്കട്ടെ, സർവേ നടന്നാൽ ബോധ്യമാകും. ഇപ്പോൾ നോക്കൂ, ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ വെച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ കണക്കുണ്ടല്ലോ, അതിൽ ആനുപാതികമായി ജനസംഖ്യാനുപാതികമായി കിട്ടി എന്ന് പറയാൻ കഴിയുന്നത് ഈഴവ സമുദായത്തിനാണ്. കിട്ടിയതിനെ കുറിച്ചൊരു പരാതിയല്ല കേട്ടോ, ഞാൻ ആവർത്തിക്കണം, ആ പരാതിയല്ല ഉന്നയിക്കുന്നത്. കിട്ടിയിട്ടില്ല എന്ന്, ന്യായമായത് കിട്ടിയിട്ടില്ല എന്ന് ആ കണക്കിലും പറയുന്നത് മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ്. അത് തന്നെ എടുത്ത കണക്കുകൾ ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴെ തട്ടിലുള്ള ആളുകൾ വരെ, LD ക്ലർക്ക് വരെയുള്ള ആളുകളുടെ കണക്കാണ് എടുത്തിട്ടുണ്ടാവുക. ഇനി ഓരോ തസ്തികയും തിരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായം എത്ര വലിയ പിന്നോക്കമാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ കണക്കുകളുണ്ട്. ഇനി നമ്മൾ കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിലെ ആളുകളെ പരിശോധിക്കുകയാണെങ്കിൽ നോക്കൂ, വിവിധ മന്ത്രിമാരുടെ വകുപ്പുകളിലുള്ള സെക്രട്ടറിമാർ, 100-ലേറെ സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരുമായിരിക്കുന്ന ആളുകൾ, അതിലാകെ 2 ആളുകൾ മാത്രമാണ് മുസ്ലിം സമുദായത്തിനകത്തുള്ളത്. 14 പ്രധാനപ്പെട്ട അഡീഷണൽ സെക്രട്ടറി വരെയുള്ള 14 സെക്രട്ടറിമാരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഉന്നതോദ്യോഗസ്ഥരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ ഒറ്റ മുസ്ലിം സമുദായത്തിലുള്ള ഒരാൾ പോലുമില്ല. ഇങ്ങനെ അതിപിന്നോക്കമായി നിൽക്കുന്ന, സർക്കാർ സർവീസിലും ഉന്നതോദ്യോഗസ്ഥ മേഖലയിലൊക്കെ അതിപിന്നോക്കമായി നിൽക്കുന്ന ഒരു സമുദായത്തെ മുന്നിൽ വെച്ചിട്ടാണ് മുസ്ലിങ്ങൾ അനർഹമായി നേടി എന്ന് പറയുന്നത്. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാർ തന്നെയാണ്. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ, സുന്നി സംഘടനകൾ ഭൂമി വാങ്ങിയിട്ടുണ്ടോ, ആ ഭൂമി പതിച്ചു നൽകിയിട്ടുണ്ടോ, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം സംഘടനകളെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. കൈതപ്പൊയിൽ അഭിമാനകരമായ വിധത്തിൽ നോളജ് സിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വിവിധ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഉയർന്നു വന്നത് എങ്ങനെയാണ്? സംഘടനകളുടെ തന്നെ പരിശ്രമത്തിലാണ്. അഭിമന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. പ്രവാസികളുടെ പണമാണ് പലപ്പോഴും കേരളത്തിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്, വിശേഷ മലബാറിലെ വിവിധ മുന്നേറ്റങ്ങൾക്ക് നിമിത്തമായിട്ടുള്ളത്. ഈ യാഥാർത്ഥ്യമൊക്കെ മുന്നിലുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ CPM-ൻ്റെ പരാജയത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ പ്രീണിപ്പിച്ചതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. ഒരു കാര്യം കൂടി ഇങ്ങനെ സൂചിപ്പിച്ചു പോവുകയാണ്, മുസ്ലിങ്ങളെ അങ്ങനെ ആരും പ്രീണിപ്പിക്കേണ്ടതില്ല. അങ്ങനെ പ്രീണിപ്പിച്ചാൽ പ്രീണിപ്പിക്കപ്പെടുന്ന ഒരു സമുദായമൊന്നുമല്ല മുസ്ലിങ്ങളിൽ ന്യായമായത് ചോദിക്കാൻ നിന്നാൽ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരം മുട്ടേണ്ടി വരും. അതാണ് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. ശരി.